പ്രിയപ്പെട്ട കുട്ടികളെ എല്ലാവരെയും ഹിന്ദിയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മളിപ്പോൾ ഇവിടെ പഠിക്കാൻ പോകുന്നത് ഇക്കായി 1-ലെ ഗ്യാൻമാർഗ് ഏകാംഗി എന്ന പാഠഭാഗമാണ്. നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് ഷഹൻഷാ അക്ബർ കോ കോൺ സിക്കായേഗ എന്ന ലോകകഥയാണ്, നാടോടി കഥ. അത് കഴിഞ്ഞതിന് ശേഷം അടുത്ത ചാപ്റ്ററാണ് ഗ്യാൻമാർഗ്. ഇതൊരു ഏകാംഗിയാണ്. ഏകാംഗി എന്ന് പറഞ്ഞാൽ നാടകം. നിങ്ങൾ നാടകം പലതും കേട്ടിട്ടൊക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ ടെക്സ്റ്റ് പുസ്തകവും ഒരു നോട്ട് പുസ്തകവുമായിട്ട് പറയുന്ന കാര്യങ്ങൾ വ്യക്തമായിട്ട് കേട്ട് അറിയാത്ത അർത്ഥങ്ങളൊക്കെ എഴുതി മനസ്സിലാക്കി പഠിക്കണം. ഇനി നമുക്ക് പാഠഭാഗം തുടങ്ങാൻ പോവാണ്. ഗ്യാൻമാർഗ് ഏകാംഗിയാണ്. ഇത് എഴുതിയ ആളുടെ പേരാണ് അസ്ഗർ വസാഹത്ത്. ഗ്യാൻമാർഗ് എന്ന് പറഞ്ഞാൽ അറിവിലേക്കുള്ള മാർഗം, ഒരു പാത. ഏകാംഗിയാണ്. ഏകാംഗി എന്ന് പറഞ്ഞാൽ ഒരു നാടകമാണ്. ഞാൻ ഈ പാഠഭാഗം വായിക്കാൻ പോവുകയാണ്. എല്ലാവരും പുസ്തകത്തിലേക്ക് നന്നായിട്ട് ശ്രദ്ധിക്കുക. 3 राजकुमार गुरुकुल में अपनी पढ़ाई पूरी करने के बाद घर लौट रहे हैं. तीनों घने जंगल से गुजर रहे हैं. ഈ ബ്രാക്കറ്റിലുള്ള കാര്യമാണ് ഞാൻ ഇപ്പോൾ പറയുന്നത്. ഇതിലൊരു 3 രാജകുമാരന്മാരുടെ കഥയാണ് ഈ ഏകാംഗിയിലുള്ളത്. 3 രാജകുമാർ എന്ന് പറഞ്ഞാൽ 3 രാജകുമാരന്മാർ. ഗുരുകുൽ മേ അപ്പിനി പഠായി പൂരി കർണേക്കെ ബാദ്. ഗുരുകുൽ എന്ന് പറഞ്ഞാൽ പഴയ കാലത്ത് വിദ്യാഭ്യാസം നടത്തിയിരുന്നത് ഗുരുകുലത്തിലായിരുന്നു. ഇപ്പോഴത്തെ പോലെ സ്കൂളിൽ പോയി അല്ല, ഗുരുവിൻ്റെ വീട്ടിൽ പോയിട്ട് വിദ്യ അഭ്യസിക്കുന്ന ഒരു പഠന രീതിയായിരുന്നു പഴയ കാലത്ത്. അപ്പോൾ അതാണ് ഗുരുകുലത്തിൽ പോയിട്ട് അപ്പിനി പഠായി പൂരി കർണേക്കെ ബാദ്, തങ്ങളുടെ പഠനം പൂരി കർണ എന്ന് പറഞ്ഞാൽ മുഴുവനാക്കുക, പൂർത്തിയാക്കുക. പൂരി കർണേക്കെ ബാദ്, കെ ബാദ് എന്ന് പറഞ്ഞാൽ ശേഷം അവരെന്ത് ചെയ്യാണ്? ഗർ ലൗട്ട് രഹേ ഹൈ, അവർ 3 പേരും വീട്ടിലേക്ക്, ലൗട്ടിന എന്ന് പറഞ്ഞാൽ മടങ്ങി വരിക, തിരിച്ചു വരിക, വീട്ടിലേക്ക് തിരിച്ചു വരികയാണ്. തീനോം ഘനെ ജംഗൾ സെ ഗുസർ രഹേ ഹൈ, 3 പേരും ഘനെ ജംഗൾ എന്ന് പറഞ്ഞാൽ കൊടും കാട്, കൊടും കാട്ടിലൂടെ ഗുസർന എന്ന് പറഞ്ഞാൽ കടന്നു പോവുക. 3 പേരും കൊടും കാട്ടിലൂടെയാണ് കടന്നു പോകുന്നത്. ഇനി ഇതിൽ 3 രാജകുമാരന്മാരുണ്ട്. അവർ ഓരോരുത്തരും പറയുന്ന കാര്യങ്ങളാണ് പറയുന്നത്. രാജകുമാർ 1, हम तीनों इस बात पर गर्व कर सकते हैं कि हमने ज्ञान प्राप्त कर लिया है. അപ്പോൾ ഒന്നാമത്തെ രാജകുമാരൻ പറയാണ്, हम तीनों, നമ്മൾ 3 പേരും ഇസ് ബാത്ത് പർ ഗർവ് കർ സക്താ ഹെ കി. ഇസ് ബാത്ത് എന്ന് പറഞ്ഞാൽ ഈ കാര്യത്തിൽ വളരെയധികം അഭിമാനിക്കേണ്ടതായിട്ടുണ്ട്. ഗർവ് എന്ന് പറഞ്ഞാൽ അഭിമാനിക്കേണ്ടതായിട്ടുണ്ട്. എന്തിനാണ്? ഹംനെ ജ്ഞാൻ പ്രാപ്ത് കർ ലിയാ ഹെ, നമ്മൾ 3 പേരും എന്ത് നേടിക്കഴിഞ്ഞിട്ടുണ്ട്? അറിവ് നേടിക്കഴിഞ്ഞിട്ടുണ്ട്. ജ്ഞാൻ എന്ന് പറഞ്ഞാൽ അറിവ്. രാജകുമാർ 2, संसार में कितने कम लोगों को यह सौभाग्य प्राप्त होता है. അപ്പോൾ രണ്ടാമത്തെ രാജകുമാരൻ പറയണത് സൻസാർ എന്ന് പറഞ്ഞാൽ ലോകത്തിൽ കിത്തിനെ കം ലോകോംകോ, എത്രത്തോളം കുറച്ച് ആളുകൾക്ക് മാത്രമാണ് യഹ് സൗഭാഗ്യ പ്രാപ്ത ഹോത്താ ഹെ, ഈ ഒരു ഭാഗ്യം പ്രാപ്തമാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ രാജകുമാർ 3 പറയാണ്, പർ ഹം സബ്കാ ജ്ഞാൻ ബരാബർ നഹീം ഹെ, എന്നിരുന്നാലും നമ്മൾ എല്ലാവരുടെയും അറിവ് എന്തല്ല? ബരാബർ, തുല്യമല്ല. രാജകുമാർ 1, ക്യാ മത്ലബ് ഹെ തുമാര, എന്താണ് നീ ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്? മത്ലബ് എന്ന് പറഞ്ഞാൽ അർത്ഥമാക്കുന്നത്. രാജകുമാർ 3, മേരാ ജ്ഞാൻ തും ദോനോം കെ ജ്ഞാൻ സെ അധിക് ഹെ. അപ്പോൾ മൂന്നാമത്തെ രാജകുമാരൻ പറയണത്, മേരാ ജ്ഞാൻ, എൻ്റെ അറിവ്, തും ദോനോം കെ ജ്ഞാൻ സെ, നിങ്ങൾ 2 പേരുടെ അറിവിനേക്കാളും അധികമാണ്. ഇപ്പോൾ രാജകുമാർ 1 പറയാണ്, കൈസി മൂർഖത വാലി ബാത്തേം കർ രഹേ ഹോ, നീ എന്ത് മൂർഖത, മൂർക്ക് എന്ന് പറഞ്ഞാൽ വിഡ്ഢി എന്നാണ്. മൂർഖത വാലി ബാത്തേം എന്ന് പറഞ്ഞാൽ വിഡ്ഢിത്തമായ കാര്യമാണ് നീ പറയുന്നത്. മേം തും ദോനോം സെ ബഡാഹും, ഞാൻ നിങ്ങൾ 2 പേരെക്കാളും വലിയവനാണ് അറിവിൻ്റെ കാര്യത്തിൽ. മേരെ ഹി പാസ് ജ്യാദ ജ്ഞാൻ ഹെ, എൻ്റെ അടുത്ത് എന്തുണ്ട്? കെ പാസ് എന്ന് പറഞ്ഞാൽ അടുത്ത്, എൻ്റെ അടുത്ത് ജ്യാദ ധാരാളം, ഒരുപാട്, ജ്ഞാൻ ഹെ അറിവുണ്ട്. രാജകുമാർ 2, മേം തോ ഗുരുകുൽ ആനെ സെ പഹലെ ഭി പഠ്താ താ, മേരാ ജ്ഞാൻ തും ദോനോം സെ ജ്യാദ ഹെ. അപ്പോൾ രണ്ടാമത്തെ രാജകുമാരൻ പറയണത്, മേം തോ ഗുരുകുൽ ആനെ സെ പഹലെ ഭി പഠ്താ താ, ഞാൻ എന്താണ് ഗുരുകുലത്തിലേക്ക്, ആന എന്ന് പറഞ്ഞാൽ വരുന്നതിന് മുമ്പ് തന്നെ, പഹലെ എന്ന് പറഞ്ഞാൽ മുൻപ് തന്നെ പഠിച്ചിട്ടുണ്ട്. മേരാ ജ്ഞാൻ തും ദോനോം സെ ജ്യാദ ഹെ, എൻ്റെ അറിവ് എന്താണ്?
നിങ്ങൾ രണ്ടുപേരുടെ അറിവിനെക്കാട്ടിലും ഒരുപാട് കൂടുതലാണ്, ധാരാളമുണ്ട്. രാജകുമാർ ഏക്ക് മേരെ പിതാ ബഹുത് ബഡേ ജ്ഞാനി ഹെ ഉൻകാ പുത്ര ഹോനെ കെ നാത്തെ മേം തും ദോനോം സെ ജ്യാദാ വിദ്വാൻ ഹും. ഇപ്പോൾ ഒന്നാമത്തെ രാജകുമാരൻ പറയണത് മേരെ പിതാ, എൻ്റെ പിതാജി, പിതാ എന്ന് പറഞ്ഞാൽ അച്ഛൻ, എൻ്റെ അച്ഛൻ ബഹുത് ബഡേ ജ്ഞാനി ഹെ വളരെ വലിയ ഒരു പണ്ഡിതനാണ്, അറിവുള്ളവനാണ്. ഉൻകാ പുത്ര ഹോനെ കെ നാത്തെ അദ്ദേഹത്തിൻ്റെ പുത്രൻ ആയത് കാരണം, കെ നാത്തെ എന്ന് പറഞ്ഞ കാരണത്താൽ, അദ്ദേഹത്തിൻ്റെ പുത്രനായത് കാരണത്താൽ മേം തും ദോനോം സെ ജ്യാദാ വിദ്വാൻ ഹും ഞാൻ എന്താണ് നിങ്ങൾ രണ്ടുപേരെക്കാട്ടിലും കൂടുതൽ പണ്ഡിതനാണ് അല്ലെങ്കിൽ അറിവുള്ളവനാണ്. രാജകുമാർ ദോ പിതാ സെ ക്യാ ഹോത്താ ഹെ അച്ഛൻ പണ്ഡിതനായതുകൊണ്ട് എന്താവാനാണ്? മേരി തോ മാതാജി ദേശ് കി മാനി ഹുയി വിദൂഷി ഹെ എൻ്റെ മാതാജി ആരാണ്? മാതാജി എന്ന് പറഞ്ഞാൽ അമ്മ. എൻ്റെ അമ്മ ദേശ് കി മാനി ഹുയി ലോകം മുഴുവൻ അംഗീകരിച്ച ഒരു വിദൂഷിയാണ്. വിദൂഷി എന്ന് പറഞ്ഞാൽ പണ്ഡിത. മേം ഉൻകെ പേട്ട് മേം 9 മഹീനെ രഹാഹും ഞാൻ അവരുടെ വയറ്റിൽ, പേട്ട് എന്ന് പറഞ്ഞാൽ വയറ്, അവരുടെ വയറ്റിൽ 9 മഹീനെ 9 മാസം താമസിച്ചിട്ടാണ് വന്നിട്ടുള്ളത്. തും ദോനോം മേരാ മുക്കാബല നഹീം കർ സക്തെ നിങ്ങൾ രണ്ടുപേരും എന്നെ നേരിടാൻ നഹീം കർ സക്തെ എന്നെ നേരിടാൻ നിങ്ങളെ കൊണ്ട് സാധിക്കില്ല. രാജകുമാർ 3 മേരെ ഘർ കെ സേവക് തക്ക് മഹാപണ്ഡിത് ഹെ തും ദോനോ മേരെ ആകെ മൂർക്ക് ഹോ. അപ്പോൾ ഇത് കേട്ടപ്പോൾ മൂന്നാമത്തെ രാജകുമാരൻ എന്താ പറയുന്നത്? മേരെ ഘർ കെ സേവക് തക്ക് മഹാപണ്ഡിത് ഹെ എൻ്റെ വീട്ടിലെ സേവകൻ വരെ എന്താണ്? മഹാപണ്ഡിത് ഹെ വളരെ വലിയ പണ്ഡിതനാണ്. തും ദോനോ മേരെ ആകെ മൂർക്ക് ഹോ നിങ്ങൾ രണ്ടുപേരും എന്താണ്? എൻ്റെ മുന്നിൽ വെറും വിഡ്ഢികൾ മാത്രമാണ്. രാജകുമാർ ഏക്ക് യഹി ബാത് ഹെ തോ ചലോ പരീക്ഷ ഹോ ജായേ. അപ്പോൾ ഒന്നാമത്തെ രാജകുമാരൻ എന്താ പറയുന്നത്? യഹി ബാത് ഹെ തോ കാര്യം ഇതൊക്കെ ശരിയാണ്, എന്നാൽ നമുക്ക് എന്ത് നേരിടാം? ഒരു പരീക്ഷയിലൂടെ നമുക്ക് ഈ അറിവ് തെളിയിക്കാം എന്ന് അവർ പറയണം. രാജകുമാർ 3 യഹി ബാത് ഹെ തോ തും അപ്പിനെ ജ്ഞാൻ കാ പരിചയ ദോ കാര്യം ഇതാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? തും അപ്പിനെ ജ്ഞാൻ കാ പരിചയ ദോ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ അറിവിനെ പരിചയപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. രാജകുമാർ ദോ ജ്ഞാൻ കാ പരിചയ ജ്ഞാനി കോ ദിയാ ജാത്താ ഹെ മൂർഖോം കോ നഹീം. അപ്പോൾ രണ്ടാമത്തെ രാജകുമാരൻ എന്താ പറഞ്ഞത്? ജ്ഞാൻ കാ പരിചയ് അറിവിൻ്റെ പരിചയം ജ്ഞാനി കോ ദിയാ ജാത്താ ഹെ അറിവുള്ളവരുടെ മുമ്പിലല്ലേ നമ്മളുടെ അറിവിനെ പരിചയപ്പെടുത്തേണ്ടത്. മൂർഖോം കോ നഹീം അല്ലാതെ വിഡ്ഢികളുടെ മുമ്പിലല്ലല്ലോ, വിഡ്ഢികളുടെ മുമ്പിലല്ലോ നമ്മളുടെ അറിവ് പരിചയപ്പെടുത്തേണ്ടത്. രാജകുമാർ 3 തും മേരാ അപമാൻ കർ രഹേ ഹോ. അപ്പോൾ മൂന്നാമത്തെ രാജകുമാരൻ അത് കേട്ടിട്ട് പറയണത് എന്താണ്? തും മേരാ അപമാൻ കർ രഹേ ഹോ നീ എന്നെ അപമാനിക്കുകയാണോ ചെയ്യുന്നത്? രാജകുമാർ ഏക്ക് അപ്പിനെ ജ്ഞാൻ കാ പരിചയ ദോ നഹീം തോ ഹം തുംകോ ദണ്ഡ് ദേംഗെ. അപ്പിനെ ജ്ഞാൻ കാ പരിചയ, അപ്പോൾ ഒന്നാമത്തെ രാജകുമാരൻ പറയണത് അപ്പിനെ ജ്ഞാൻ കാ പരിചയ ദോ നഹീം തോ ഹം തുംകോ ദണ്ഡ് ദേംഗെ. നീ നിൻ്റെ അറിവിനെ ഇവിടെ പരിചയപ്പെടുത്തിയിട്ടില്ലെങ്കിൽ ഹം തുംകോ ഞങ്ങൾ നിനക്ക് എന്ത് നൽകും? ദണ്ഡ് എന്ന് പറഞ്ഞാൽ ശിക്ഷ, ഞങ്ങൾ നിന്നെ ശിക്ഷിക്കും. രാജകുമാർ ദോ ഇധർ ഉധർ ദേഖ്താ ഹെ ഉസെ കിസി ജാൻവർ കി ഹഡ്ഡിയാം പടി ദിക്കായി ദേത്തി ഹെ. ഇപ്പോൾ രണ്ടാമത്തെ രാജകുമാരൻ ഇധർ ഉധർ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് ഉസെ കിസി ജാൻവർ കി ഹഡ്ഡിയാം പടി ദിക്കായി ദേത്തി ഹെ. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയ സമയത്ത് ആ രാജകുമാരൻ എന്ത് കാണപ്പെട്ടു? ജാൻവർ കി ഹഡ്ഡിയാം, ജാൻവർ എന്ന് പറഞ്ഞ ഒരു മൃഗത്തിൻ്റെ എല്ലുകൾ അവൻ്റെ കണ്ണിൽ കാണപ്പെട്ടു. രാജകുമാർ ദോ യേ ഹഡ്ഡിയാം ദേഖ് രഹേ ഹോ. അപ്പോൾ രണ്ടാമത്തെ രാജകുമാരൻ പറയണത് ഈ എല്ലുകളെ നോക്കിയാലും. രാജകുമാർ ദോ ഹാ ശരിയാണ്. രാജകുമാർ ദോ മേം അപ്പിനെ ജ്ഞാൻ സെ ബത്താ സക്താ ഹും കി യഹ് ഹഡ്ഡിയാം ഷേർ കി ഹെ. അപ്പോൾ രണ്ടാമത്തെ രാജകുമാരൻ എന്താ പറയുന്നത്? മേം അപ്പിനെ ജ്ഞാൻ കെ ബത്താ സക്താ ഹും കി ഞാൻ എൻ്റെ അറിവ് വെച്ച് പറയുകയാണെന്ത്? യേ ഹഡ്ഡിയാം ഷേർ കി ഹെ ഈ എല്ല് കഷ്ണങ്ങൾ ആരുടേതാണ്? ഷേർ എന്ന് പറഞ്ഞാൽ സിംഹത്തിൻ്റെതാണ്. രാജകുമാർ 3 ബസ് യഹ് തോ മാമൂലി ബാത്ത് ഹെ മേം തോ അപ്പിനെ ജ്ഞാൻ സെ ഇൻ ഹഡ്ഡിയാം पर मांस उनमें रक्त और उनके ऊपर गाल मड़ सकता हूँ लो मैं मंत्र पढ़ता हूँ. അപ്പോൾ മൂന്നാമത്തെ രാജകുമാരൻ പറയണത്
ബസ് ശരി. യഹ് തോ മാമൂലി ബാത്ത് ഹെ. ഇതെന്താണ്? ഇതൊരു സാധാരണ കാര്യമാണ്. ഇപ്പോൾ ഈ എല്ല് കഷ്ണം കണ്ടിട്ട് ഇതൊരു സിംഹത്തിൻ്റെതാണെന്ന് പറയുന്നത് ഒരു സാധാരണ കാര്യമാണ്. മേം തോ അപ്പിനെ ഗ്യാൻ സെ. ഞാൻ എൻ്റെ അറിവ് വെച്ചിട്ട് ഇൻ ഹഡ്ഡിയോം പർ. ഈ എല്ലുകളുടെ മേലെ മാംസ് എന്ന് പറഞ്ഞാൽ മാംസം, ഉന്മേം രക്ത് അതുപോലെ രക്തവും, ഔർ ഉസ്കെ ഊപ്പർ അതിൻ്റെ മുകളിൽ ഗാൽ മഡ് സക്താഹും. ഗാൽ എന്ന് പറഞ്ഞാൽ ചർമ്മം, തൊലി കൊണ്ട് മൂടപ്പെടുകയും ചെയ്യുന്നു. ലോ മേ മന്ത്ര പഠത്താഹും. എന്നാൽ ശരി, ഞാൻ ഇവിടെ മന്ത്രം ജപിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇതുവരെയാണ് ഇവിടെ പഠിക്കുന്നത്. ഇനി ബാക്കി ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. അപ്പോൾ ഇതുവരെ വായിച്ച കാര്യങ്ങൾ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പ് നമ്പറിലൂടെ സംശയങ്ങൾ ചോദിക്കാം. ഇനി നമുക്ക് അടുത്ത ഭാഗം അടുത്ത ക്ലാസ്സിൽ പരിചയപ്പെടാം. ഇതുവരെ പഠിച്ച കാര്യങ്ങൾ നിങ്ങൾ നോട്ട് പുസ്തകത്തിൽ അർത്ഥങ്ങളൊക്കെ എഴുതിയിട്ട് നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കണം. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.